ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ കണ്ടു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളുകളും വിവാഹിതരായിട്ടുള്ള ആളുകളും ഒക്കെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. ഒരുപക്ഷെ നമ്മൾ വരുത്തിയേക്കാവുന്നതോ അല്ലെങ്കിൽ നിലവിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ചില തെറ്റുകളിൽ നിന്നെങ്കിലും നമുക്കൊരു പുനർചിന്ത നൽകുന്ന ഒരു സിനിമയാണിത്. സിനിമയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ്. യുവരാജ് ദയാലൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ സിനിമയുടെ പേര് ഇരികപ്പട്ടർ എന്നാണ്. ശ്രദ്ധ ശ്രീനാഥ്, വിക്രം പ്രഭു, വിദ്യാർത്ഥ്, അപർണദി, ശ്രീ, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. മനോഹരമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇരികപ്പട്ടു. ആ വാക്കിൻ്റെ അർത്ഥം ഹോൾഡ് ടൈറ്റ് എന്നാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്ണറെയും ലൈഫിനെയും ഒക്കെ എത്രത്തോളം ചേർത്ത് പിടിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണിത്. ഒരു മാരേജ് കൗൺസിലറുടെയും അവരുടെ ക്ലയൻസായിട്ട് വരുന്ന രണ്ട് കപ്പിൾസിൻ്റെയും ജീവിതത്തിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഈ മൂന്ന് വ്യത്യസ്ത ജീവിതങ്ങളിൽ ഒന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കണക്ട് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മ്യൂച്വൽ റെസ്പെക്റ്റിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്കും കുറവുകൾക്കും ഒക്കെ ഇടയിൽ നമ്മുടെ ജീവിതത്തെ അകന്നു പോകാതെ എങ്ങനെ നമ്മൾ ചേർത്ത് വെക്കണം എന്നൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സീനുകൾ നമുക്ക് ഇമോഷണലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നടീനടന്മാരുടെയൊക്കെ പെർഫോമൻസുകൾ ഗംഭീരമായിട്ട് തോന്നി. പ്രത്യേകിച്ചും വിദ്യാർത്ഥ്, സാനിയ അയ്യപ്പൻ എന്നിവരോടൊക്കെയാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാനിയയോടൊക്കെ നമുക്ക് ലൂസിഫറിന് ശേഷം അവരുടെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രവും നല്ലൊരു പെർഫോമൻസും ഒക്കെയാണ് ഈ സിനിമയിലേത്. ജസ്റ്റിൻ പ്രഭാകറിൻ്റെ മ്യൂസിക് ശരിക്കും നമ്മൾ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലോകത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് നൽകിയത്. ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, മറ്റൊരാൾക്ക് നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇരികപ്പട്ടർ എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളും ഈ സിനിമ കണ്ടു നോക്കുക. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ തമിഴിലും അതേപോലെ തന്നെ മലയാളം ഡബ്ഡ് വേർഷനിലൊക്കെ ലഭ്യമാണ്. സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.